ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഫുഡി സ്റ്റാർ മലയാളം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാഗിപ്പൊടി വെച്ച് ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് രാഗിപ്പൊടിയാണ്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ 1 ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ലൂസായി കിട്ടിയിട്ടില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ വീണ്ടും 1 ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 2.25 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ഓവർ ആവാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു പരുവത്തിലാണ് ഇത് കിട്ടേണ്ടത്. ഇനി ഇതൊന്ന് 1 മണിക്കൂർ കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ ഇതിവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങയാണ് വേണ്ടത്. ചിരവിയ തേങ്ങ 1/4 കപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് ചോറാണ്. അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റാണ് വേണ്ടത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഞാൻ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിതിവിടെ 5 മണിക്കൂർ വെക്കുന്നുണ്ട്. ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു കുഴിയുള്ള പാത്രത്തിലേക്കാണ് ഇത് ഒഴിച്ച് വെക്കേണ്ടത്. ഈസ്റ്റ് എല്ലാം ചേർത്തത് കൊണ്ട് നന്നായി പൊങ്ങി വരുന്നതാണ്. അപ്പോൾ ഇതിവിടെ 5 മണിക്കൂറിന് ശേഷം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് മധുരമാണ് ഇഷ്ടമുള്ളവർ എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു നുള്ള് ഉപ്പ് ബാലൻസ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ്. അതല്ല മധുരം വേണ്ട എന്നുള്ളവർക്ക് ഉപ്പ് ചേർത്തും ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പം ചുട്ടെടുക്കാനായിട്ട് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കണം. മാവ് ഒഴിക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിലായിരിക്കണം. മാവ് ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലും വെച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അത് അടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ലോ ഫ്ലെയിമിൽ ഇതുപോലെ 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ അപ്പം റെഡിയായി വരുന്നതാണ്. ഇനി അടുത്തതായിട്ടുണ്ടാക്കുന്നത് പഞ്ചസാര ചേർത്തിട്ടുള്ള അപ്പമാണ്. പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പഞ്ചസാര ചേർത്ത അപ്പമാണ് ഒന്നും കൂടി ടേസ്റ്റായിട്ട് തോന്നിയത്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.